ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖറിന്റെ അപ്രതീക്ഷിത രാജി അത് തികച്ചും അപ്രതീക്ഷിതമല്ല. കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ പുതിയ വിള്ളലുണ്ടാക്കി ശശി തരൂർ നടത്തുന്ന നീക്കങ്ങളാണ് ഇതെല്ലാം തന്നെ. അതെ, ഇതിന് പിന്നിൽ വലിയ വലിയ രാഷ്ട്രീയ ഗൂഢാലോചനകൾ ഉണ്ടോ എന്ന സംശയം ശക്തമാണ്. അതായത്, പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ആരംഭിച്ചതിന് പിന്നാലെ രാജ്യത്തെ ഒന്നടങ്കം ഞെട്ടിച്ചുകൊണ്ടാണ് ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖർ രാജി പ്രഖ്യാപിച്ചത്. ആരോഗ്യപരമായ കാരണങ്ങളാണ് ഔദ്യോഗികമായി പറയുന്നതെങ്കിലും രാഷ്ട്രീയ നിരീക്ഷകർക്ക് ഇതിൽ പല ദുരൂഹതകളും തോന്നുന്നുണ്ട്. ദിവസങ്ങൾക്ക് മുമ്പും രാജ്യസഭയിൽ സജീവമായിരുന്ന ഒരാൾ പെട്ടെന്ന് രാജിവെക്കുന്നത് അസാധാരണമാണ്. 8 പുതിയ അംഗങ്ങൾക്ക് സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുത്ത ശേഷമാണ് അദ്ദേഹം വിടവാങ്ങിയത് എന്നും ശ്രദ്ധേയമാണ്. ഈ രാജിക്ക് പിന്നിൽ BJP-യുടെ രാഷ്ട്രീയ തന്ത്രമുണ്ടോ, അടുത്ത വർഷം നടക്കാനിരിക്കുന്ന പൊതു തെരഞ്ഞെടുപ്പുമായി ഇതിന് ബന്ധമുണ്ടോ എന്നെല്ലാമുള്ള ചോദ്യങ്ങൾ ശക്തമാണ്. പുതിയ ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിലേക്കുള്ള നീക്കങ്ങൾ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതിനോടകം തന്നെ ആരംഭിച്ചു. ശശി തരൂർ MP, മുൻ കേരള ഗവർണർ ആയിരുന്ന ആരിഫ് മുഹമ്മദ് ഖാൻ, മുൻ ഗോവ ഗവർണർ ആയിരുന്ന PS ശ്രീധരൻ പിള്ള എന്നിവരുടെ പേരുകൾ ഈ സ്ഥാനത്തേക്ക് ഉയർന്നു കേൾക്കുന്നുണ്ട്. കോൺഗ്രസിലെ ഭിന്നത ഈ വിഷയത്തിലെ പ്രധാന ചർച്ച ശശി തരൂരിനെ കുറിച്ചാണ്. കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ തരൂർ പൂർണ്ണമായും ഒറ്റപ്പെട്ട അവസ്ഥയിലാണ്. കേരള രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തെ അപ്രസക്തനാക്കാനുള്ള നീക്കങ്ങൾ സജീവമാണ്. രാജ്മോഹൻ ഉണ്ണിത്താൻ MP, K മുരളീധരൻ തുടങ്ങിയ പ്രമുഖ നേതാക്കൾ പരസ്യമായി തരൂരിനെതിരെ രംഗത്ത് വന്നത് ഇതിന് തെളിവാണ്. തരൂർ പാർലമെന്ററി യോഗങ്ങളിൽ പങ്കെടുത്താൽ വിവരങ്ങൾ മോദിക്ക് ചോർത്തിക്കൊടുക്കുമെന്നും യോഗത്തിന്റെ രഹസ്യ സ്വഭാവം നഷ്ടപ്പെടുത്തുമെന്നും രാജ്മോഹൻ ഉണ്ണിത്താൻ ആരോപിച്ചിരുന്നു. യോഗത്തിൽ പങ്കെടുക്കണമെങ്കിൽ തരൂരിന് അപാര തൊലിക്കട്ടി വേണമെന്നും അദ്ദേഹം പരിഹസിച്ചിരുന്നു. K മുരളീധരൻ ആകട്ടെ തലസ്ഥാനത്തെ പരിപാടികളിൽ ശശി തരൂരിനെ പങ്കെടുപ്പിക്കില്ലെന്ന് വ്യക്തമാക്കി. തരൂരിന്റെ കാര്യം ഞങ്ങൾ വിട്ടു, അദ്ദേഹം കൂട്ടത്തിലുള്ള ആളായി പോലും കണക്കാക്കുന്നില്ല, മുരളീധരൻ മാധ്യമങ്ങളോട് പറഞ്ഞതാണിത്. ഈ പ്രസ്താവനകൾ കോൺഗ്രസിനുള്ളിലെ ആഴത്തിലുള്ള വിള്ളലുകളെയാണ് വെളിവാക്കുന്നത്. തരൂരിന്റെ മോദി സ്തുതിയും BJP അനുകൂല നിലപാടുകളും കോൺഗ്രസിനെ നിരന്തരം പ്രതിരോധത്തിലാക്കുന്നു. എന്നാൽ ഈ വിമർശനങ്ങളിൽ പ്രകോപിതനാകാതെ മൗനം പാലിക്കുകയാണ് തരൂർ ചെയ്യുന്നത്. കുടുംബവാഴ്ചയും രാഹുൽ ഗാന്ധിയുടെ മൗനവും എല്ലാം ഇവിടെ ചർച്ചയാണ്. കോൺഗ്രസിലെ കുടുംബവാഴ്ച എന്ന സങ്കീർണമായ പ്രശ്നവും ഈ വിഷയത്തിൽ പ്രസക്തമാണ്. നെഹ്റു കുടുംബത്തിന്റെ പിടിയിൽ നിന്നും കോൺഗ്രസിന് ഇതുവരെ മോചനം ലഭിച്ചിട്ടില്ല. രാഹുൽ ഗാന്ധി എന്ന നേതാവിന്റെ പല തീരുമാനങ്ങളും പാർട്ടിക്കുള്ളിൽ ചോദ്യം ചെയ്യപ്പെടാറുമുണ്ട്. എന്നിട്ടും കോൺഗ്രസ് അദ്ദേഹത്തെ പിന്തുണയ്ക്കാൻ നിർബന്ധിതരാവുകയാണ്. തരൂർ വിഷയത്തിൽ രാഹുൽ ഗാന്ധി പൂർണ്ണമായും മൗനം പാലിക്കുന്നത് വളരെ ഗൗരവകരമായ കാര്യമാണ്. പാർട്ടിക്കുള്ളിൽ ഇത്രയും വലിയൊരു പ്രതിസന്ധി ഉണ്ടായിട്ടും ഒരു മുതിർന്ന നേതാവിനെതിരെ ഇത്രയധികം വിമർശനങ്ങൾ ഉയർന്നിട്ടും രാഹുൽ ഗാന്ധിക്ക് മൗനം ഭജിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം അദ്ദേഹം തരൂരിനെ മനഃപൂർവ്വം ഒറ്റപ്പെടുത്താൻ ശ്രമിക്കുന്നു എന്നല്ലേ. കുടുംബവാഴ്ചയുടെ ചിറകിന്റെ കീഴിൽ ഒതുങ്ങിക്കൂടുന്ന കോൺഗ്രസ് സ്വന്തമായി ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന നേതാക്കളെ അടിച്ചമർത്താൻ ശ്രമിക്കുന്നത് പതിവ് കാഴ്ചയാണ്. ഒരു പക്ഷേ രാഹുൽ ഗാന്ധിക്ക് തരൂരിന്റെ വളർച്ചയെ ഭയമായിരിക്കാം. ശശി തരൂർ നടത്തുന്ന നീക്കങ്ങൾക്ക് പിന്നിൽ വലിയൊരു ലക്ഷ്യമുണ്ടെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ എന്തായാലും വിലയിരുത്തുന്നുണ്ട്. മത സാമുദായിക നേതൃത്വങ്ങളുടെ പിന്തുണ ഉറപ്പാക്കാനുള്ള ശ്രമങ്ങളിലാണ് അദ്ദേഹം ഇപ്പോൾ. കോൺഗ്രസ് വേദികളിൽ അദ്ദേഹത്തിന് ഇനി സ്ഥാനം കുറവായതുകൊണ്ട് തന്നെ സമുദായ സംഘടനകളുടെ പിന്തുണ ഉറപ്പാക്കി സ്വന്തം ശക്തി വർദ്ധിപ്പിക്കാനാണ് തരൂർ ശ്രമിക്കുന്നത്.